നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കൽ. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ചേമ്പ് കറിയാണ്. ഞാൻ 400 ഗ്രാം ചേമ്പ് എടുത്തിട്ടുണ്ട്. അത് ചിരണ്ടി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വാഴയ്ക്ക എന്ന് പറയുന്നത് റോബോസ്റ്റിൻ്റെ വാഴയ്ക്കയാണ്. അത് ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടുത്തെ തന്നെ വാഴയ്ക്കയാണിത്. അത് ഞാൻ തോട് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ച് അതിനോട് തോരപ്പരം നമുക്കിതൊരു ചേമ്പ് കറി ഉണ്ടാക്കാം. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്കൊരു ചട്ടി എടുക്കാം. ഇത് നാടൻ കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചട്ടിയിൽ തന്നെ വെക്കാവുന്നതാണ്. ചട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം. അതിനകത്തൊരു ശകലം ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയൊരു എണ്ണ ഒഴിക്കുന്നത്. അപ്പോൾ അത് അടുക്കി പിടിക്കത്തില്ല. അത് നമ്മുടെ കറി അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിനകത്തോട്ട് ഈ ചേമ്പങ്ങിടാം. അതിനകത്തോട്ട് തന്നെ വാഴയ്ക്ക ഇടാം. അതിനകത്തോട്ട് തന്നെ നമുക്ക് ഈ തൊമരപ്പയറും ഇടാം. ഇത് സാമ്പാർ തൊമരയാണ് ഇട്ടേക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്കിതിനകത്തോട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഉപ്പ് ഇപ്പോഴേ ഇടുന്നില്ല. ഉപ്പ് അത് വെന്തതിന് ശേഷം ഒന്ന് അര വേവായതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പിടുന്നുള്ളൂ. നമുക്കിനി അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിന്ന് അടച്ച് വെക്കാം. ഒരു 10-15 മിനിറ്റ് വേവ് വരും. ചേമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചേമ്പ് നന്നായിട്ട് വെന്തിട്ട് എന്നാൽ ഉടഞ്ഞു പോവരുത്. മുഴുവനിൽ തന്നെ കിടക്കുന്നുണ്ട്. ഒരുമാതിരി ഇതുപോലെ വെന്തിട്ടുണ്ട്. കണ്ട ചേമ്പ് വെന്തിട്ടുണ്ട്. എന്നാൽ ഉടഞ്ഞു പോവുകയും ചെയ്യാൻ പാടില്ല. എന്താ ഈ രീതിയിൽ തന്നെ നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ കലങ്ങിപ്പോവും. നമുക്കിനി അരപ്പ് ചേർക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് അരമുറി തേങ്ങ, ഒരു 1/4 സ്പൂണ് ജീരകം, 3 പച്ചമുളക്, 2-3 കൂട്ടം കൊച്ചുള്ളി, 3-4 കൂട്ടം വെളുത്തുള്ളി. ഇത്രയാണ് നമ്മൾ ചേർക്കി. നമ്മളൊന്ന് അരയ്ക്കണം. നമുക്ക് ജാറെടുത്ത് ഒന്ന് അരയ്ക്കാം. നമുക്കാണെങ്കിൽ നല്ലതുപോലെ അരയണ്ട, മോരിനൊക്കെ അരിയുന്നത് പോലെ അരയണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞാൽ മാത്രം മതി. ഒരുപാട് അരിഞ്ഞു പോകേണ്ട കാര്യമില്ല. ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം. അല്പം വെള്ളം കൂടെ ചേർക്കാം. നമ്മൾ കറിയൊക്കെ അതിന് തിളച്ചിരിക്കുകയാണ്. നമ്മൾ അതിനകത്തോട്ട് ഈ അരപ്പ് ചേർക്കുകയാണ്. ഒരുപാട് കളറല്ല, ഓൾറെഡി മഞ്ഞപ്പൊടി ഇട്ടാണ് നമ്മൾ വേവിച്ചത്. അതുകൊണ്ട് നമ്മൾ കളർ തോനെ ചേർത്തിട്ടില്ല. ഒന്നുള്ളിൽ കളറൊന്ന് മാറിയിട്ടേ ഉള്ളൂ. നമുക്കൊന്ന് ഇളക്കാം. എന്നിട്ട് നമുക്കൊന്ന് ജാറൊന്ന് മഴയ്ക്ക് ഒഴിക്കാം. കുറുകുറാന്നിരിക്കുകയാണ് കറി. എന്നാൽ നമുക്ക് അല്പം കൂടെ വെള്ളം പോലെ വേണം. ഒന്നുകൂടെ അതിൻ്റെ കൊഴുപ്പ് മാറുന്നു. വെറും കട്ടിയായിട്ടിരിക്കുവാണ്. നമുക്ക് ജാറൊന്ന് മഴയ്ക്ക് ഒഴിക്കാം. ഈ കറി ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. കാരണം എന്ന് പറയുന്നത് വെന്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് തിളച്ച് പോകണ്ട. ഒന്ന് തിളച്ചാൽ ജസ്റ്റ് ഒന്ന് അരപ്പൊന്ന് ചൂടായാൽ മാത്രം മതി. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. നമുക്കിനി ഒന്ന് കടു താളിച്ചൊഴിക്കാം. നമുക്കറി ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്കിനി കടു താളിച്ചൊഴിക്കാം. നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. കടു താളിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അല്പം കടു ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടു പൊട്ടിയിട്ടുണ്ട്. കടു പൊട്ടുന്നുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഈ കൊച്ചുള്ളി നമുക്കിടാം. അതിൻ്റെ പച്ചച്ചവ അതിനകത്ത് നമുക്ക് ഈ കരിവേപ്പില ഇടാം. അതിനകത്ത് നമുക്ക് ഈ വറ്റൽമുളക് ഇടാം. നമ്മൾ ഒരു 2 ചിരവ തേങ്ങ ചേർക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ തേങ്ങ ചേർക്കുന്നത്. ആ തേങ്ങയോടെ ഇതിനകത്തിട്ട് ഇടയ്ക്ക് അതിൽ വറുത്ത് കോരി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. കടുക് ചുമ്മാതെ വേണമെങ്കിൽ നമുക്ക് താളിച്ചൊഴിക്കാം. അതിനെക്കാട്ടി നല്ല ടേസ്റ്റാണ് കറിക്ക്. ചേമ്പ് കറിക്ക് ഈ ഇച്ചിരി തേങ്ങയും കൂടെ അതിലൂടെ ഇട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കുന്നതാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ തേങ്ങ ചേർത്തത്.
ചിലപ്പോഴൊക്കെ ഞാൻ കറി വെക്കുമ്പോൾ കടുക് മാത്രമേ തളിച്ചൊഴിക്കാറുള്ളൂ. എന്നാൽ ചില ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇതുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഞാൻ കൂടുതലായിട്ട് ടേസ്റ്റ് വേണമെന്ന് തോന്നുവാണെങ്കിൽ ഇതുപോലെ തേങ്ങായും കൂടെ ഞാനൊന്ന് കടുക് താളിക്കുന്നതിനകത്ത് ഇട്ടൊന്ന് മൂപ്പിച്ച് അതിനകത്ത് ഇടും. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കറിക്ക് കൂടും. ഈ കറി നമ്മൾ ഹെൽത്തിയായിട്ട് കറിയാണ്. ചേമ്പെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനമാണ്. അപ്പോൾ ഓൾറെഡി ഹെൽത്തിയാണ് ചേമ്പ്. ഏത് അസുഖക്കാർക്ക് വേണമെങ്കിലും കഴിക്കാം. അതുപോലെ തന്നെ കായ, അത് പച്ചക്കായാണ്, റോബസ്റ്റ് നല്ലതാണ്. അത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അതും അതിൻ്റെ തുമരപ്പയർ, ഇതെല്ലാം വൈറ്റമിൻ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഒരു നാടൻ കറിയാണ് നമ്മുടെ ഈ ചേമ്പ് കറി. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ല ആണ്. ചോറ് പിള്ളേരൊക്കെ ഇത് കുട്ടി നന്നായിട്ട് ചോറൊക്കെ കഴിക്കും. ചൂട് ചോറിൻ്റെ കൂടെ അതൊന്ന് കഴിച്ചാൽ എന്തൊരു ടേസ്റ്റാണ്. ചേമ്പ് കറി, ചേമ്പ് വെച്ച് ഒരുപാട് സൈസ് പല രീതിയിൽ നമുക്ക് കറി വെക്കാൻ പറ്റും. ചേമ്പ് നമ്മളാണെങ്കിൽ അവിയലിന് ഉപയോഗിക്കും, അല്ലാതെ ഓരോ മെഴുക്ക് വരട്ടി വെക്കാൻ ചേമ്പ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചേമ്പ് വെച്ച് തന്നെ വറുത്തരച്ച് നമ്മൾ തീയൽ പോലെ അങ്ങനെയും കറി വെക്കാറുണ്ട്. ചേമ്പ് വെച്ച് തന്നെ ചേമ്പ് പല രീതിയിലും വെക്കും. ചേമ്പ് വെച്ച് ഏത്തയ്ക്കായ വെച്ച് അങ്ങനെ കറി ഉണ്ടാക്കും. തക്കാളിയൊക്കെ ഇട്ട് അങ്ങനെ പല രീതിയിൽ നമുക്ക് ചേമ്പ് വെച്ച് കറി ഉണ്ടാക്കും. നമ്മൾ ഇത് ഭയങ്കര ടേസ്റ്റാണ് ഈ കറി. നമ്മുടെ ഇത് തന്നെ കടുവും തേങ്ങയും എല്ലാം ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ കറിയിലോട്ട് ഒഴിക്കാം. നമ്മുടെ ചേമ്പ് കറിയിലോട്ട് നമുക്ക് ഒഴിക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. വെച്ചിട്ട് എനിക്ക് കമൻ്റൊക്കെ ഒന്ന് അയക്കണം. നമ്മളിത് ഒരു വട്ടം വെച്ചാൽ അല്ലെങ്കിൽ എപ്പോഴും വെക്കും. ഇത് അത്രയ്ക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. നമ്മൾ ഒരു വട്ടം ഒന്ന് വെച്ച് നോക്കി ഇതേ രീതിയിൽ. നമുക്കിനി കറിക്കകത്തോട്ട് ഒഴിക്കാം. എന്നാൽ നമുക്ക് ഈ ഇതൊന്ന് അടച്ചു വെക്കണം. എന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മണമൊക്കെ ഒന്ന് ആ എണ്ണയുടെ മയവും അതിൻ്റെ മണമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് അടച്ചു വെക്കണം. 2 മിനിറ്റ് മതി. 1 മിനിറ്റ് 2 മിനിറ്റ് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കണം. 2 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം നമ്മുടെ കറി എങ്ങനെ ഉണ്ടെന്ന്. ഉണ്ട് അടിപൊളി. നമ്മൾ ചേമ്പ് കറി വെച്ചിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ചേമ്പ് കറി ഇരിക്കുന്നുണ്ട്. എന്താ ചേമ്പ് അതുപോലെ ഉണ്ട്. ഇതുപോലെ തന്നെ ചേമ്പ് വേണം, ഉടഞ്ഞു പോകാൻ പാടില്ല. എന്നാൽ കറി ഇതുപോലെ ഇരിക്കാൻ വേണം. നല്ല ടേസ്റ്റാണിത്. നമ്മളൊന്ന് കഴിച്ച് നോക്കണം. പ്രത്യേക കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു കറിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണിത്. കണ്ടേ ചേമ്പ് എല്ലാം ഉടഞ്ഞ് എല്ലാം കൂടെ ചേർന്നൊരു കറി. കണ്ടേ ചേമ്പ് അതുപോലെ ഇരിപ്പുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. ഞാനിത് കൂട്ടി നോക്കട്ടെ. ഇതിൻ്റെ കൂടെ ചോറ് കഴിക്കാൻ ഇതിന് പ്രത്യേക മണം വരും. ഈ ചേമ്പ് വെന്ത് ഈ എണ്ണ എല്ലാം ചേർത്ത് കഴിയുമ്പോൾ അത് ചുടുമ്പോൾ പ്രത്യേക ഒരു മണമാണിതിന്. എല്ലാം പാകത്തിനാണ് കേട്ടോ. നല്ല ഉപ്പും എല്ലാം പാകത്തിനുണ്ട്. ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. നന്ദി, നമസ്കാരം.